സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ വീഡിയോസ് എല്ലാം ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് അത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്നറിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷം. വെറും 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇലക്ഷൻ നടന്നതിനാൽ ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷന് പ്രധാനമായിട്ടും ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആണ് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനും ഈ ഇലക്ഷനും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഈ ഇലക്ഷനിൽ ഉപയോഗിക്കുന്ന VVPAT മെഷീൻസ്. VVPAT എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് VVPATന്റെ എക്സ്പാൻഷനായിട്ട് പറയുന്നത്. അതായത് ഇലക്ഷന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആളുകൾക്ക് അവരുടെ വോട്ട് കൃത്യമായിട്ടുള്ള കാൻഡിഡേറ്റിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനും, ഇനി വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ചെയ്താൽ തന്നെ അത് കണ്ടുപിടിച്ച് ഹാർഡ് കോപ്പി വെരിഫൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ VVPAT മെഷീനിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ VVPAT മെഷീനാണ് ഈ ഇലക്ഷന് നമുക്ക് പ്രധാനമായിട്ടൊരു പുതിയൊരു സംഭവം, ആദ്യമായിട്ട് ഇലക്ഷന് ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് ഒരു പുതിയൊരു സംഭവമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് VVPAT മെഷീൻ, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ VVPAT മെഷീൻ്റെ പ്രവർത്തന രീതി. നമ്മൾ ബാലറ്റ് യൂണിറ്റിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ അമർത്തുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ അതിലെ സീരിയൽ നമ്പർ, ആളുടെ ചിഹ്നം, പേര്, ഈ 3 വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രിൻ്റ് ഔട്ട് വോട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു 7 സെക്കൻഡ് നേരത്തേക്ക് കാണാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ആകും. അതിനുശേഷം അത് കീറിയിട്ട് അതിൻ്റെ താഴെയുള്ള ഇതെല്ലാം ഇങ്ങനെയുള്ള പേപ്പറുകളെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു പോർഷനിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ VVPAT മെഷീൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വോട്ടുകളും നമുക്ക് ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ടുകളായി ശേഖരിച്ച് വയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ നമുക്ക് ഈ ഹാർഡ് കോപ്പി എണ്ണിയിട്ട് ഫലം തീരുമാനിക്കാനും സാധിക്കും. 2019 നടന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ വ്യാപകമായിട്ട് VVPAT മെഷീനുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അന്ന് ഉപയോഗിച്ച മെഷീനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മെഷീനാണ് നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് M2 സീരീസിൽപ്പെട്ട വോട്ടിംഗ് മെഷീനുകളാണ്. അതിന് പകരം ഈ വർഷം നമ്മൾ ഉപയോഗിക്കുന്നത് M3 സീരീസിൽപ്പെട്ട മെഷീനുകളാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ M2 സീരീസിൽപ്പെട്ട മെഷീനുകളും M3 സീരീസിൽപ്പെട്ട മെഷീനുകളും ഉപയോഗിക്കുമ്പോഴുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, M2 സീരീസിലാണ് നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നതെങ്കിൽ VVPAT മെഷീന്റെ അതിന്റെ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്കൊരു സെപ്പറേറ്റ് VSDU എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഉപയോഗിച്ചിരുന്നത്. അതേസമയം നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കാൻ പോകുന്ന പുതിയ സീരീസിലുള്ള M3 സീരീസിലുള്ള വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ VVPAT മെഷീന്റെ ഡിസ്പ്ലേ മെസ്സേജുകളും നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ VVPAT മെഷീൻ നമ്മുടെ EVM-ഉമായി കണക്ട് ചെയ്യുക എന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു കണക്ഷനാണ്. നമുക്ക് നമ്മുടെ ബാലറ്റ് യൂണിറ്റിൽ നിന്ന് ഒരു കേബിൾ ഉണ്ടായിരിക്കും. ആ കേബിളാണ് നമ്മൾ VVPATൽ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ VVPATൽ നിന്ന് ഒരു കേബിൾ ഉണ്ടായിരിക്കും. ആ കേബിൾ നമ്മൾ നമ്മുടെ EVM-ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ ബ്ലാക്ക്, റെഡ് 2 കളർ കോഡ്സ് ഉണ്ട്. ആ കളർ കോഡ്സ് ശ്രദ്ധിച്ച് ആ കണക്ട് ചെയ്യുന്ന ഭാഗം കണക്ടർ പൊട്ടാത്ത രീതിയിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ VVPAT നമ്മൾ എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറകുവശത്തുള്ള ഒരു ലോക്ക് ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കളക്ഷൻ സെന്ററിൽ നിന്ന് അത് കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ഹൊറിസോണ്ടൽ പൊസിഷനിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു കാരണവശാലും ഈ VVPAT മെഷീൻ നമ്മൾ കളക്ഷൻ സെന്ററിൽ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മോക്ക് പോൾ സമയത്ത് മാത്രമേ ഈ VVPAT മെഷീൻ ഓൺ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്ക് സ്വിച്ച്. ഇപ്പോൾ ഈ സ്വിച്ച് ഇരിക്കുന്നത് വെർട്ടിക്കൽ പൊസിഷനിലാണ്. അതാണ് അതിൻ്റെ അൺലോക്ക് പൊസിഷൻ. അപ്പോൾ നമ്മൾ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇത് അൺലോക്ക് പൊസിഷനിലേക്ക് ഇടേണ്ടത്. അതുവരെ ഇത് നമ്മൾ ലോക്ക് പൊസിഷനിലാണ്. പ്രത്യേകിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ EVM-ഉം
ബാലറ്റ് യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയും ഇത് ലോക്ക് പൊസിഷനിലായിരിക്കണം. നമ്മൾ മോക്ക് പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് മാത്രമേ നമ്മളിത് അൺലോക്ക് പൊസിഷനിലേക്ക് വരുത്താനായിട്ട് പാടുള്ളൂ. ഇതിൻ്റെ അടിയിലായിട്ടൊരു ബാറ്ററി കമ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ നമ്മളുടെ ഇലക്ഷന് ശേഷം എല്ലാ പ്രോസസ്സ് അവസാനിച്ചതിന് ശേഷം VVPATന്റെ ബാറ്ററി ഊരി സെപ്പറേറ്റ് സീൽ ചെയ്ത് കൊടുക്കാനൊക്കെയും പറഞ്ഞിരുന്നു. നമ്മുടെ ഇപ്രാവശ്യത്തെ മാനുവലിൽ അത് കാണുന്നില്ല. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ നിർദ്ദേശം വരാണെങ്കിൽ നമ്മൾ അതിന് താഴെയുള്ള ആ ഒരു കമ്പാർട്ട്മെന്റ് തുറന്നതിൽ നിന്ന് ബാറ്ററി ഊരി അത് സെപ്പറേറ്റ് ഒരു കവറിലിട്ട് നമ്മൾ സീൽ ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. VVPAT മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം മോക്ക് പോളിന്റെ സമയത്ത് ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ VVPATന്റെ സൈഡിലുള്ള ആ ഒരു സ്ലിപ്പ് എല്ലാം ഒന്ന് നിറയുന്ന ഒരു വാട്ടർ സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. അത് തുറന്ന് എല്ലാ ഏജന്റുമാർക്കും കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുള്ളിൽ പ്രത്യേകിച്ച് പ്രിന്റഡ് സ്ലിപ്സ് ഒന്നും ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം നമ്മൾ മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു 7 സ്ലിപ്പുകൾ അതിൽ ഡീഫോൾട്ടായിട്ട് തുടക്കത്തിൽ തന്നെ വരും. അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണിക്കുന്ന സ്ലിപ്പുകളാണ്. അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മൾ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ 7 സ്ലിപ്പ് അങ്ങനെ വരുന്നു. അതിനുശേഷം നമ്മളോട് മോക്ക് പോളിനായിട്ട് ഇപ്രാവശ്യം 50 വോട്ടുകൾ മിനിമം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും വോട്ട് വരത്തക്ക രീതിയിൽ 50 വോട്ടുകളെങ്കിലും നമ്മൾ മിനിമം മോക്ക് പോളിനായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 50 സ്ലിപ്പുകൾ ഇതിൽ വന്നിട്ടുണ്ടാവും. പ്ലസ് നമ്മൾ ആദ്യം പറഞ്ഞ 7 സ്ലിപ്പുകൾ വന്നിട്ടുണ്ടാവും. അവസാനം നമ്മൾ മോക്ക് പോൾ അവസാനിച്ചതിന് ശേഷം നമ്മുടെ മെഷീനിലെ വോട്ട് എണ്ണിയവരെ ബോധിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രിന്റഡ് സ്ലിപ്പുകൾ ഓരോ കാൻഡിഡേറ്റ്സിനും എത്ര വോട്ട് വീതം കിട്ടി എന്നുള്ളതും അവർക്ക് എണ്ണി കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ മോക്ക് പോളിനുള്ളൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ മോക്ക് പോളിന് ശേഷം ഓരോ കാൻഡിഡേറ്റ്സിനും മെഷീനിൽ കിട്ടിയിട്ടുള്ള വോട്ടും പ്രിന്റഡ് ആയിട്ടുള്ള സ്ലിപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടും സെയിം ആണെന്ന് നമ്മൾ ഏജൻസിന് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ കമ്പാർട്ട്മെന്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സ്ലിപ്പുകളും ഒരു പ്രത്യേക രീതിയിൽ നമ്മളോട് സീൽ ചെയ്ത് വെക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ലിപ്പുകളും ആദ്യം പുറത്തെടുക്കുന്നു. അതെല്ലാം കൂടി നമുക്ക് തന്നിട്ടുള്ള ഒരു ബ്ലാക്ക് കവറിലാണ് ആദ്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബ്ലാക്ക് കവർ നമുക്ക് കളക്ഷൻ സെന്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്നൊരു സംഭവമാണ്. നമ്മൾ ഈ പ്രിന്റഡ് സ്ലിപ്സ് മോക്ക് പോളിന്റെ സമയത്ത് കിട്ടിയ പ്രിന്റഡ് സ്ലിപ്സ് എല്ലാം നമ്മൾ ആ ബ്ലാക്ക് കവറിലാക്കുന്നു. ആ ബ്ലാക്ക് കവർ നമ്മൾ സീൽ ചെയ്യുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള PRO എന്ന് പറയുന്ന സീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സീൽ ചെയ്യുന്നത്. അതിനുശേഷം അതിന്മേൽ നമുക്ക് ഒട്ടിക്കാനായിട്ടൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടാവും. ആ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് നമ്മൾ ആ സ്ലിപ്പ് അതിന്മേൽ ഒട്ടിച്ചു വെക്കുന്നു. അതിനുശേഷം ആ ബ്ലാക്ക് കവറ് നമുക്ക് വേറെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ വെക്കുന്നു. ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിന് ചുറ്റും നമ്മളൊരു പിങ്ക് പേപ്പർ സീല് ഒട്ടിച്ചു വെക്കണം. ഈ ബോക്സ് തുറക്കാനാവാത്ത രീതിയിൽ ഈ പിങ്ക് പേപ്പർ സീല് കീറാതെ ബോക്സ് തുറക്കാനാകാത്ത രീതിയിൽ നമ്മൾ പിങ്ക് പേപ്പർ സീല് അതിന് പുറത്ത് ഒട്ടിച്ചു വെക്കണം. ഈ പ്ലാസ്റ്റിക് ബോക്സിന് പുറത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു സ്ലിപ്പ് ഒട്ടിക്കണം. അതോടൊപ്പം തന്നെ പിങ്ക് പേപ്പർ സീലില് പ്രിസൈഡിംഗ് ഓഫീസറും അവിടെ കൂടിയിരിക്കുന്ന ഏജന്റുമാർക്കും അതിൽ ഒപ്പുവെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മോക്ക് പോൾ കഴിഞ്ഞതിന് ശേഷം ആ മോക്ക് പോളിൽ ലഭിച്ച സ്ലിപ്പുകൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സീൽ ചെയ്ത് സൂക്ഷിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യേണ്ടതുണ്ട്. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യേണ്ടത് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ VVPATന്റെ ആ ഡ്രോപ്പ് ബോക്സ് നമുക്ക് സീൽ ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ പേപ്പറുകളെല്ലാം വന്ന് നിറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പേപ്പർ തുറന്നെടുക്കുന്ന ആ ഭാഗം അതിൽ 2 ഹോൾസ് ഉണ്ടാവും. ഈ 2 ഹോളിലും നമ്മൾ അഡ്രസ് ടാഗ് ഇട്ടിട്ട് അത് നമ്മൾ സീൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഈ അഡ്രസ് ടാഗുമേ നമ്മുടെ പോളിംഗ് ഏജൻസും പ്രിസൈഡിംഗ് ഓഫീസറും എല്ലാവരും സൈൻ ചെയ്യേണ്ടതാണ്. അതോടുകൂടി നമ്മുടെ ഈ ഒരു VVPATന്റെ സീലിംഗ് അവസാനിച്ചു. നമ്മുടെ മെഷീൻസ് എല്ലാം തന്നെ നമ്മൾ പോളിംഗിന് സജ്ജമായി കഴിഞ്ഞു. നമ്മൾ EVM-നോടൊപ്പം VVPAT കൂടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ്, കളക്ഷൻ സെന്ററിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് VVPATന്റെ ലോക്ക് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതിന്റെ പ്രിന്റിംഗ് പേപ്പറിന്റെ റോളിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ലോക്ക്ഡ് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് അൺലോക്ക് പൊസിഷനിലേക്ക് വരുത്തി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് ആയിരിക്കും വരിക. നമുക്ക് മെഷീനിൽ ബാലറ്റ് യൂണിറ്റിൽ പ്രസ് ചെയ്താലും നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് തന്നെയായാലും അൺലോക്ക് പൊസിഷനിലേക്ക് VVPAT കൊണ്ടുവന്നു നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മോക്ക് പോളിന് മുമ്പായി തന്നെ കറക്റ്റ് പൊസിഷനുകളിൽ ബാലറ്റ് യൂണിറ്റും അതുപോലെ തന്നെ VVPATും വെക്കേണ്ടതാണ്. ബാലറ്റ് യൂണിറ്റ് വെക്കുന്നതിന്റെ ഇടതുവശത്തായിട്ടാണ് നമ്മൾ VVPAT ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് VVPAT
VVPAT നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7 സെക്കൻഡാണ് ഈ പ്രിന്റ് ഔട്ട് അവിടെ നിൽക്കുക. അതിനുശേഷം അത് ഡ്രോപ്പ് ബോക്സിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ആ കണക്ടറിന്റെ 2 സൈഡിലുള്ള റെഡ് ബ്ലാക്ക് കളറുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് മാത്രമേ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ലാച്ച് പൊട്ടി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ കളർ സ്കീം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ VVPAT മെഷീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റായിട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വോട്ടർക്ക് ആൾ ചെയ്ത വോട്ട് ആ സ്ലിപ്പിൽ ചിലപ്പോൾ കാണാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ VVPAT മെഷീനിലേക്ക് സൺലൈറ്റ് വരുന്നില്ല എന്ന് നമ്മൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മൾ എല്ലാ കേബിൾസും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പോളിംഗ് അവസാനിച്ച് അത് ഊരിയെടുക്കുന്ന സമയത്തും അത് കറക്റ്റായിട്ട് അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഊരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ VVPATൽ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 7 സ്ലിപ്പുകൾ അതിലേക്ക് ഡ്രോപ്പ് ബോക്സിലേക്ക് വീഴുന്നത്. അതുപോലെ തന്നെ ആ 7 സ്ലിപ്പുകൾ വീഴുന്നതിനിടയ്ക്ക് നമ്മളൊരു കാരണവശാലും CU ഓഫ് ചെയ്യരുത്, കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യരുത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾ യൂണിറ്റിലാണ് എല്ലാ മെസ്സേജുകളും VVPATന്റെ അടക്കം ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എറർ മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സെക്ടറൽ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. ഇനി ഇൻ കേസ് അത് മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ടതാണ്. ഇനി പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രിന്റർ എറർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് കൺട്രോൾ യൂണിറ്റിൽ വരുന്നതെങ്കിൽ ഒരു കാരണവശാലും പോളിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ സെക്ടറൽ ഓഫീസർ അറിയിച്ചിട്ട് നമ്മുടെ ആ VVPAT മാറ്റേണ്ട അവസ്ഥയാണെങ്കിൽ അത് മാറ്റിയിട്ട് വേണം നമ്മൾ പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ പുറകിലുള്ള സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്ത് കണക്ഷനോ ഡിസ്കണക്ഷനോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ബാറ്ററി മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു VVPATന്റെ പുറകിലുള്ള സ്വിച്ച് അൺലോക്ക് പൊസിഷനിലായിട്ടാണ് നമ്മൾ പോളിംഗ് തുടങ്ങേണ്ടതെന്ന്. നമ്മുടെ പോളിംഗ് അവസാനിച്ചതിന് ശേഷം മാത്രമേ അത് ലോക്ക് പൊസിഷനിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മെസ്സേജുകളും നമുക്ക് കൺട്രോൾ യൂണിറ്റിലാണ് കിട്ടുക. M2 മെഷീനിലത്തെ പോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് VVPAT ഡിസ്പ്ലേ യൂണിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ യൂണിറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഓഫീസർ എന്തെങ്കിലും എറർ മെസ്സേജസ് വരുന്നുണ്ടോ എന്ന് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ VVPATുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം VVPAT വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ ആവശ്യത്തിന് മാത്രമേ, അതായത് നമ്മുടെ മോക്ക് പോളിന് മാത്രമേ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ കൂടിയുള്ള പെർമിഷൻ നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മെഷീനാണ് VVPAT മെഷീൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടികൾ പറയാവുന്നതാണ്. ഗ്രൂപ്പിലൂടെയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.